സൈലന്റ് ബാങ്കിങ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ പഠിക്കാനുണ്ട്. നമ്മൾ 10 എണ്ണമാണ് ആദ്യത്തെ. സോ 11 നമുക്ക് തുടങ്ങാം. കീപ് ഇറ്റ് റിയൽ, ബി ഓണസ്റ്റ്, ബി ജെനുവിൻ. നമ്മൾ എന്തിനാ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട്? സത്യസന്ധമായിട്ടിരിക്കുക. കള്ളത്തരം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ഹോൾഡ് യുവർ ഹോസസ്. ഓക്കെ, എടുത്ത് ചാടാൻ വരട്ടെ, നീ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേ, നീ എന്താ മുന്നോട്ടൊന്ന് നോക്കിയിട്ട് ചെയ്യുമെന്ന് നമ്മൾ പറയില്ലേ. സോ വെയിറ്റ്, ഡോണ്ട് ആക്ട് ടു ക്വിക്ലി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി ത്രോ ഇൻ ദി ടവൽ. ഓക്കെ, കുറെ നേരമായിട്ട് ശ്രമിക്കുവാണ്, നടക്കുന്നില്ല, ശരി ഞാൻ തോറ്റു. സോ ടു അഡ്മിറ്റ് ഡിഫീറ്റ് ആണ് ത്രോ ഇൻ ദി ടവൽ. അപ്പ് ഇൻ ദി എയർ. നമ്മൾ പറയില്ലേ ചില ആൾക്കാർ എയറിലാണ് എപ്പോൾ ഇറങ്ങുന്നൊന്നും അറിയില്ല, അത് അൺസർട്ടൺ ആണ്. ലൈക്ക് ഹൗ ഡു ദേ ഡു ദിസ്? ലൈക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, ചില കാര്യങ്ങൾ നമുക്ക് അൺസർട്ടൺ ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പ് ഇൻ ദി എയർ. വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്, വി ആർ നോട്ട് സർട്ടൺ അബൌട്ട് ഇറ്റ്. ദെൻ കോൾ ഇറ്റ് എ ഡേ. ഓ മൈ ഗോഡ്, ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡേ എല്ലാ ജോലിക്ക് പോകുന്ന ആളുകളും അവസാനം ആകുമ്പോഴത്തേക്കും കൃത്യം 5 മണിയാകുമ്പോൾ എങ്ങനെ ഓടി വീട്ടിലെത്താൻ നോക്കും. ബിക്കോസ് ദേ വോണ്ട് കോൾ ഇറ്റ് എ ഡേ, ദേ വോണ്ട് ടു എൻഡ് വർക്കിംഗ്, അല്ലെ, ദേ വോണ്ട് ടു സ്റ്റോപ്പ് വർക്കിംഗ് ആൻഡ് ദേ വോണ്ട് ടു എൻഡ് ദാറ്റ് ടയർലെസ് ജോബ് അങ്ങ് നിർത്തിയിട്ട് പോയിട്ട് റെസ്റ്റ് ചെയ്യണം തോന്നുന്നു. സോ ദാറ്റ് ഇസ് കോൾ ഇറ്റ് എ ഡേ. ഇനി ഗെറ്റ് കോൾഡ് ഫീറ്റ്. പെട്ടെന്ന് നെർവസ് ആവുക, പെട്ടെന്ന് പേടിക്കുക, ദാറ്റ് ഇസ് ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. ബീറ്റ് അറൌണ്ട് ദ ബുഷ്. മെയിൻ ആയിട്ടുള്ള കാര്യം സംസാരിക്കാതെ അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഇനി കിക്ക് ദ ബക്കറ്റ്. ഇപ്പൊ പെൻ പോയനെ. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മരിക്കുക, അല്ലെ, പോയിട്ട് ബക്കറ്റ് കിക്ക് ചെയ്യുക എന്നല്ല, മരിക്കുക എന്നുള്ളതാണ് കിക്ക് ദ ബക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രേക്ക് എ ലെഗ്. വിഷിംഗ് യു, ലൈക്ക് ഞാൻ പറയണോ, ഗോ ബ്രേക്ക് എ ലെഗ് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാൽ തല്ലി ഓടിക്കാനല്ല, പോയി പരീക്ഷ എഴുതി പാസ് ആയിട്ടോ ഓൾ ഓഫ് യു യു ഹാവ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു, ഗോ ഗ്രാബ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ബ്രേക്ക് എ ലെഗ്. ഓക്കെ, അത് വിഷിംഗ് സമ്മൺ ഗുഡ് ലക്ക്. ഇനി പീസ് ഓഫ് കേക്ക്. സി, ഇംഗ്ലീഷ് ഭയങ്കര കട്ട് ചെയ്യാൻ തോന്നും. നോ, ജസ്റ്റ് പീസ് ഓഫ് കേക്ക്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നാളെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. സംതിങ് ദാറ്റ് ഇസ് വെരി ഈസി ടു ഡു. നിങ്ങൾ പഠിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. സോ ദാറ്റ് ഇസ് പീസ് ഓഫ് കേക്ക്. ഫിറ്റ് ആസ് എ ഫിഡിൽ. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ്, അല്ലെ, ഫിറ്റ് ആസ് എ ഫിഡിൽ, ബീങ് വെരി ഹെൽത്തി. ഫിസിക്കൽ ഹെൽത്ത് ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ. ലാസ്റ്റ് സ്ട്രോ. സോ നമുക്കറിയാം ദ ഫൈനൽ പ്രോബ്ലം ഓർ ഡിഫിക്കൽട്ടി ദാറ്റ് മേക്സ് എ സിറ്റുവേഷൻ അൺബെയറബിൾ. ഇതാണ് നമ്മുടെ കച്ചിത്തുരുമ്പ്, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറഞ്ഞത്. ദ ലാസ്റ്റ് സ്ട്രോ. ജം ദ ഗൺ. അതായത് സമയമാവുന്നതിന് മുന്നേ എടുത്തു ചാടുക. ജം ദ ഗൺ. റൈറ്റ് ടൈമിന് മുന്നേ ടു ഡു സംതിങ് ടു ഏർലി. ഓക്കെ, ബിഫോർ ഇറ്റ്സ് ടൈം. ദെൻ അടുത്തത് സി ഐ ടു ഐ. എഗ്രി ഫുള്ളി ടു സം. ലൈക്ക് നമ്മൾ ചില ആൾക്കാർ നോക്കി നമ്മൾ കണ്ണും നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ വി ആർ അഗ്രീയിങ് ടു ദാറ്റ് പേഴ്സൺ, അല്ലെ. ദെൻ ലാസ്റ്റ് വൺ, പുട്ട് യുവർ ഫുഡ് ഡൗൺ. പുട്ട് യുവർ ഫുഡ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ബി ഫേം ആൻഡ് റെഫ്യൂസ് ടു ചേഞ്ച് യുവർ ഡിസിഷൻ ഓർ അലൗ സംതിങ്. മറ്റൊരാൾ വന്ന് എന്ത് പറഞ്ഞാലും എന്റെ ഡിസിഷനിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. പുട്ട് യുവർ ഫുഡ് ഡൗണിന്റെ മീനിങ് മനസ്സിലായാലോ? അപ്പോൾ ടോട്ടൽ 25 ഇഡിയംസും എക്സ്പ്രഷൻസും നമ്മൾ 2 വീഡിയോയിലായിട്ട് പഠിച്ചു. ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു ഫസ്റ്റ് പാർട്ട് കാണാം, സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും കാണാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം. ഇംഗ്ലീഷിൽ ഇഡിയംസും ഫ്രേസസും പഠിക്കണം, ഫ്രേസൽ വെർബുകൾ പഠിക്കണം, ഫിക്സഡ് പ്രപ്പോസിഷൻസ് പഠിക്കണം, പിന്നെ വൊക്കാബുലറി അത് വേണം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എത്രത്തോളം കമന്റ് ഉണ്ടോ അത്രത്തോളം പെട്ടെന്ന് അല്ലെങ്കിൽ അത്രത്തോളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.